ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ വഴി. അപ്പോൾ പലർക്കും ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ പ്രശ്നം വരാറുണ്ട്. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പേര് പൈസ മേടിച്ചിട്ട് തിരിച്ചു തരാത്ത കുറേ പേരുകളുണ്ട്. അവർക്കൊരു സൊല്യൂഷൻ, അതായത് നമ്മുടെ ബ്ലോക്ക്ഡ് മണി നമുക്ക് എങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പരിപാടിയാണ്. എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പലരും ചിരിച്ചു തള്ളും. പക്ഷേ ഒരു 200 രൂപ 300 രൂപയ്ക്കൊക്കെ താഴെ ചിലവുള്ള കാര്യം, ചുമ്മാ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലോട്ട്, അതായത് ഈ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം കേട്ടോ. പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ പൈസ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാൾക്ക് കൊടുത്ത പൈസ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസ, അതായത് എന്തെങ്കിലും സ്കീമിലെ കൂടെ കിട്ടാനുള്ള പൈസകളൊക്കെ നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. ഈ നിങ്ങൾ അമ്പലപ്പാടത്തോ പറമ്പുകളിലൊക്കെ, അമ്പലപ്പാടത്തിൻ്റെ സൈഡിലുള്ള കടകളിലൊക്കെ പോയി കഴിയുമ്പോൾ കണ്ടിട്ടുണ്ടാവും 7 കുതിരയുടെ ഒരു ഫോട്ടോ. ഞാൻ കാണിച്ചു തരാം, മുകളിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കാണിക്കാം. ആ 7 കുതിരയുടെ ഫോട്ടോസ് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള മണി വരുന്ന പറഞ്ഞ് വിശ്വസിക്കൂ. ഞാനും ആദ്യം വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു. എനിക്കൊരു കുറച്ച് അത്യാവശ്യം പൈസ എനിക്ക് കുറച്ച് കിട്ടാനുണ്ടായിരുന്നു. ഒരു എമൗണ്ട് അതൊരാഴ്ചക്കുള്ളിൽ എനിക്ക് വന്നു. അതേപോലെ അതിനെ വെക്കുന്നതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ സംസാരിക്കാം. അതായത് ഈ 7 കുതിരേനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ രഥത്തിലുള്ള 7 കുതിരകളായിട്ടാണ്. ഈ കുതിരകൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പൈസ നമുക്ക് വീട്ടിലോട്ട് വരും. അപ്പോൾ ചോദിക്കും, ഒരു ഫോട്ടോ വെച്ച പൈസ വരുമെന്ന്. നിങ്ങളുടെ വീട്ടിൽ കുറേ ഫോട്ടോസ് ഉണ്ടാവും. ഈ ഫോട്ടോ ഒരു 200 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ഓൺലൈനാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ ഈ സാധനം മേടിക്കാൻ കിട്ടും. അവിടെ നിന്ന് മേടിച്ച് ഒരു ഫോട്ടോ ചുമ്മാ നിങ്ങളുടെ ലിവിങ് സ്പേസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് തന്നെ പൈസ ഉണ്ടല്ലോ. ഈ ഒരു 200 രൂപ കൊണ്ടേ മുടക്കിയിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ബലിക്കും, ഉറപ്പാണ്. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഈ കുതിരയുടെ പൊസിഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ കുതിരയുടെ മൂക്ക് നമ്മുടെ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുന്ന രീതിയിൽ വെക്കണം. ഗേറ്റിന് നേരെ ബാക്ക് സൈഡ്, അതായത് നമ്മുടെ വീടിൻ്റെ വാതിൽ ഇതാണെങ്കിൽ വാതിലിൻ്റെ മേളിൽ കണ്ടുവെക്കണം. ഉള്ളിലെ വാതിലിൻ്റെ മേളിൽ കണ്ടുവെക്കണം. അത് മൂക്ക് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ കുതിര വെക്കണം. കുറേ കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സൊക്കെ നോക്കിയിട്ട് വേണം. നിങ്ങളുടെ വീട് ഈസ്റ്റ്, അതായത് കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ നിങ്ങൾക്ക് വെക്കേണ്ട കുതിരയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കളറാവണം. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉദിച്ചു വരുന്ന സൂര്യൻ വേണം. ഇനി പറഞ്ഞ പോലെ നോർത്തിലാണ് നിങ്ങളുടെ വീടെങ്കിൽ ഈ കുതിരയുടെ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ നീല കളറാവണം. അതായത് നീല ആകാശം, അല്ലെങ്കിൽ ബാക്കിൽ പുഴയിലേക്ക് കൂടി ഓടുന്ന കുതിര, നീല കളറിലെ വെള്ളത്തിൽ പുഴയിലേക്ക് കൂടി ഓടുന്ന കുതിര, അങ്ങനത്തെയൊക്കെ പടം വെക്കണം. ഇനി സൗത്ത് ആണെങ്കിൽ ആ കുതിരയുടെ കളർ എന്ന് പറയുന്നത് ചുവപ്പ കളറാവണം, അല്ലെങ്കിൽ റെഡ്. അതായത് അസ്തമിക്കുന്ന സൂര്യൻ്റെ കളർ എന്നൊക്കെ പറയുന്നില്ല, ഒരു ചുമപ്പ്. സൂര്യനാവരുത്, അസ്തമിക്കുന്ന സൂര്യൻ്റെ കളർ, റെഡ് കളർ, ഫയർ, ആ കളർ വരണം. വെസ്റ്റിന് വെക്കാൻ, അതായത് പടിഞ്ഞാറ് വീട് ദർശനമുള്ളവർക്ക് വെക്കാൻ ഇതിലായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിനെപ്പറ്റി റീസർച്ച് ചെയ്തപ്പോഴും എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും കിട്ടിയില്ല വെസ്റ്റുകാർക്ക്. പക്ഷേ നോർത്ത് വെസ്റ്റാണ്, സൗത്ത് വെസ്റ്റുമാണ് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് എങ്കിൽ അവർക്കുണ്ട്. ഈ പറഞ്ഞ പോലെ നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ ഗ്രേ കളർ, ചാര കളർ വെക്കണം. ഇനി സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ മണ്ണിൻ്റെ കളർ, അല്ലെങ്കിൽ ബ്രൗൺ കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് വെക്കണം. ഒരു 150 രൂപയുടെ ചിലവാണ്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, പൈസ വരും ഉറപ്പായിട്ടും. എന്നീ വിശ്വാസത്തോടെ ഞാൻ വെക്കാൻ വേണം കേട്ടോ. ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി വെക്കരുത്. ഈ ഒരു വിശ്വാസത്തോടെ ഒരു 150 രൂപ ഒരു ഫോട്ടോ, നിങ്ങൾക്ക് ഫോട്ടോയും കിട്ടും. ഈ പറഞ്ഞ പോലെ ഒരു ഇതും ചെയ്യാമല്ലോ. അതേപോലെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗപ്പീനെ വളർത്തുക. നമ്മുടെ വീടിൻ്റെ ഈശാനുകോണ്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ഗപ്പി, ഒരു ടാങ്ക്, ഒരു കുഞ്ഞു ടാങ്ക്, പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് എല്ലാം മതി, മേടിച്ച് അതിനകത്തോട്ട് കൊണ്ടുപോയിട്ട്, അല്ല ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ബക്കറ്റ് വെച്ചാലും മതി. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് നല്ല വെള്ളം പിടിക്കുക. പൈപ്പ് വെള്ളം പിടിക്കരുത്, നല്ല വെള്ളം പിടിച്ചിട്ട് അതിനകത്തോട്ട് ഒരു ജോഡി, 1-2 ജോഡി ഗപ്പി കൊണ്ട് ഞങ്ങളിടുക, കുറച്ച് പായലും ഇടാം. എന്നിട്ട് ദിവസവും അതിന് കുറച്ച് തീറ്റ, ഇത്തിരി തീറ്റ കൊടുക്കാൻ പാടുള്ളൂ. കുറേ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗപ്പി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിച്ചു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വെക്കുന്ന സ്ഥലം ഭയങ്കര വലുതും വെക്കരുത്. കാരണം വെള്ളം ചൂടായിട്ടും ഇത് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഈ ഗപ്പി കുഞ്ഞുങ്ങൾ പെറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിലോട്ട് പൈസ വരും. ഇത് കേൾക്കുമ്പോഴും ചിരിക്കും, പക്ഷേ നിസാര പൈസക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, ചെയ്തു നോക്കൂ.
റിസൾട്ട്സ് ഉണ്ടാവുന്നേ. അതേപോലെ ഈ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞ തീറ്റ കുറച്ച് കൊടുക്കാനും പാടുള്ളൂ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഗപ്പി കുഞ്ഞുങ്ങൾ മേടിച്ചിട്ടിട്ട് ഇത് മരിച്ചു പോകണമെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഞാൻ വെള്ളമൊക്കെ ഒന്നുകൂടി കളഞ്ഞിട്ട് വീണ്ടും ശ്രമിക്കും ഇതേപോലെ തന്നെ. ഈ ഞാൻ മേടിക്കണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ഗപ്പി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്ന് മേടിച്ചിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ലെന്ന്. പൈസ കൊടുത്ത് മേടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ചെയ്താലും ഈ ഗപ്പി കുഞ്ഞുങ്ങൾ പെറ്റ് പെരുകുന്നുണ്ടെങ്കിൽ നല്ലൊരു ലക്ഷണമാണ്. വേറൊരു കാര്യം കൂടി, ഈ ഗപ്പി കുഞ്ഞുങ്ങളെ അധികം നോക്കാൻ പോരുത്, ഗപ്പികളെ അധികം നോക്കാൻ പോരുത്. നോക്കിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. അതായത് എപ്പോഴെപ്പോഴും വെള്ളം മാറ്റാൻ പോവുകയൊക്കെ ചെയ്യാൻ നിൽക്കണ്ട. ഇതിനൊരു വെള്ളം മാറ്റണമെന്നൊന്നുമില്ല, വെള്ളം കുറയുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അവരുടെ ഈ ഒരു എക്കോസിസ്റ്റം നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. എപ്പോഴും പുതിയ വെള്ളം ഈ പറഞ്ഞ വെള്ളം മാറ്റി വെള്ളം കയറ്റി വിടുമ്പോൾ ഇതിൻ്റെ എക്കോസിസ്റ്റം ചീത്തയായിട്ട് പെട്ടെന്ന് ഇത് മരിക്കും. ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ഉപ്പ് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ പൈസ വെക്കുന്ന സേഫില്ലേ, ഒരു അലമാര ഉണ്ടാവുമല്ലോ, അലമാരയുടെ ഏറ്റവും അടിയിലത്തെ തട്ടിൽ ആരും കാണാത്ത രീതിയിൽ ഒരു ഗ്ലാസ് ബൗളിനകത്ത് ഒരു സെറാമിക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിനോ കുറച്ച് കല്ലുപ്പ് എടുക്കുക. ആ കല്ലുപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ 3 ഗ്രാം കുത്തി വെച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഇതിനകത്തോട്ട് പൈസ വന്ന് കയറുന്നിട്ട് ശ്രദ്ധിക്കപ്പെടാം. ഇതൊക്കെ സിമ്പിൾ, അതായത് ചെറിയൊരു എമൗണ്ടിന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് നോക്കും, നിങ്ങൾ ട്രൈ ചെയ്യും. കാരണം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പൈസ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഗുരുനാഥൻ പറഞ്ഞു തന്നെയാണ്. ഞാൻ ആദ്യമൊക്കെ ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ആദ്യം ചിരിച്ചു തള്ളി. പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയ എമൗണ്ട്, ഗപ്പി, അതേപോലെ ഈ പറഞ്ഞ പോലെ കുതിരയുടെ ഒരു ഫോട്ടോ, കല്ലുപ്പ്, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ചിലവ്. അന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കി, സംഭവം വലിക്കുന്നുണ്ട് റിയലായിട്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. ഞാൻ എടുത്തു പറയാം, ഇത് വെച്ചിട്ട് പൈസ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞത് ബ്ലോക്ക് എമൗണ്ട്, അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള എമൗണ്ട്, അതായത് ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുത്ത എമൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കീമിലൂടെ കിട്ടാനുള്ള എമൗണ്ട്, അതായത് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട എമൗണ്ട് ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ ആ പൈസ വന്നുകൊണ്ടിരിക്കും. അതേപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് പൈസയുടെ പോക്ക്, അനാവശ്യത്തിന് ചിലവിലോട്ടുള്ള പോക്ക് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.